ഗസ വെടിനിർത്തൽ കരാർ തൊട്ടടുത്താണെന്ന് മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ. അധികം വൈകാതെ ഇരു കക്ഷികളും കരാറിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി ദോഹയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുന്നിൽ വിലങ്ങുതടിയായിരുന്ന പ്രധാന തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറെ വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഹമാസും ഇസ്രായേലും തമ്മിൽ ഭിന്നതയുള്ള വിഷയങ്ങൾ നിരവധിയുണ്ടായിരുന്നു. എന്നാൽ രണ്ടാഴ്ചക്കിടയിലെ ചർച്ചകളിൽ ഇവയിൽ കാര്യമായ പുരോഗതിയുണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി. 15 മാസമായി തുടരുന്ന ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ പുരോഗതിയുണ്ടായതായി വിദേശ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കരാർ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ ഇസ്രായേലിനും ഹമാസിനും ഖത്തർ കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. There were underlying major issues between the two parties unresolved. These issues were resolved during the talks in the past couple of weeks. US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്നലെ ഫോണിൽ ചർച്ച നടത്തി. മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, US ദേശീയ സുരക്ഷാ കൗൺസിൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രൈറ്റ് മക്കർക്ക്, മുതിർന്ന ഹമാസ് നേതാവ് ഡോക്ടർ ഖലീൽ അൽ ഹയ്യ എന്നിവരുമായും അമീർ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. മീഡിയ 1 ദോഹ.